തടുക്കണ്ട, ചൂടുവെള്ളത്തിലല്ലേ കുളിച്ചേ, പിന്നെ എന്താ തടുക്കണേ? ഇപ്പൊ പച്ചവെള്ളത്തിൽ കുളിച്ചെങ്കിൽ എന്ത് ചെയ്യുന്നു? മഴയല്ലേ. തോർത്തണം. തോർത്തിയില്ലല്ലോ, ഞാനല്ലേ തോർത്തിയത്. അതെ, തലയിലേ നീരിറങ്ങിയിട്ടുണ്ടെങ്കിലേ തുമ്മലൊക്കെ വരും. രണ്ട് കുറുമ്പത്തിനെ കുളിപ്പിച്ചെടുത്താ അമ്മ. ഓ, പിന്നെ കുളിപ്പിക്കാണ്ട് പറ്റുമോ? അയ്യോ, അങ്ങനെ ചോദിച്ചതല്ല. അമ്മയ്ക്ക് തിരക്കാതെ എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നു, ഞാൻ ചെയ്യുമായിരുന്നല്ലോ. അയ്യോ, നിങ്ങളൊക്കെ വലിയ തിരക്കുള്ള ആൾക്കാരല്ലേ. എവിടെ ഓർഡർ ഇട്ടെ. ഇതാരാ ഇത്? നയൻതാരയാണോ? അല്ല, കല്ലുവ. ഇതാരാ ഇത്? സുന്ദരി കുഞ്ഞാണോ? കുഞ്ഞിന് ജലദോഷം പിടിച്ച് കുളിച്ചപ്പോഴത്തേക്ക്. ഞാൻ പോകുന്നില്ല പൊന്നോ. എന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ വാങ്ങുന്നു. എടി വെച്ചേ, സമയം എത്ര ആയെന്നറിയാവോ? നീ കഴിക്കുന്നില്ലയോ? ഓ, അതൊക്കെ കഴിക്കും. എടി, എല്ലാരും കഴിച്ചു. ഈ പിള്ളേരെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോ തന്നെ ഒരു സമാധാനായി. നീ ഇങ്ങനെ ആഹാരം കഴിക്കാതെ ജോലിയും ചെയ്ത് നടന്നാലേ എന്നെ പോലെ രോഗിയാവേ നീലു. അമ്മയ്ക്ക് എന്താ അസുഖം? ഇനി മുട്ടുവേനല്ലാണ്ട് അമ്മയ്ക്ക് വേറെ അസുഖം എന്നുള്ളതായിട്ട് എനിക്കറിയില്ല. നിനക്കറിയത്തില്ലെന്നുള്ളതേ ഉള്ളൂ. എനിക്കില്ലാത്ത രോഗങ്ങളൊന്നും ഇല്ല. ഭവാനിയെ പോലെ കൊളസ്ട്രോളും BP-യും ഷുഗറും ഒക്കെ ഉള്ള ആരുണ്ട്? ഇവിടെ വല്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണതാണ് നല്ലത്. നീ എന്തോന്നൊക്കെയാ ശങ്കരായി പറയുന്നേ? അമ്മ, നമ്മളെപ്പോഴും ഈ വയ്യ 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 എന്ന് പറയുന്ന എപ്പോഴും വയ്യാണ്ടാവും. ഇവിടെ ഞാൻ എന്ന് മുതൽ കാണുന്നു അന്ന് മുതലേക്ക് അവക്ക് വയ്യ വയ്യ മുട്ടുവേന. ആറ്റിന്റെ കട പാടി. ഇന്ന് രാവിലെ രണ്ടാളും അമ്പലത്തിൽ പോയി വന്നപ്പോഴേ ഞാൻ പറഞ്ഞാണ്, ആ സൗഹൃദം രാത്രി വരെ നിന്നാ ഭാഗ്യമൊന്ന്. കേട്ടാ? ഞാൻ അങ്ങോട്ട് കയറി വരണോ? ഓ വേണ്ട, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അമ്മ അവിടെ തന്നെ നിന്നോ. കേട്ടാ? സുന്ദരിയല്ല രണ്ടുപേരും. സുന്ദരിയാവെന്താന്നിരിക്കണ്? അവര് പണ്ടേ സുന്ദരികളല്ലേ? അങ്ങനെയല്ല, ചേച്ചി ഒരുക്കിയപ്പോ എന്തൊരു പ്രത്യേക വകി. അതിന് പണ്ട് ഭവാനി കല്യാണത്തിന് വല്ലതും പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങണ കാണണം. എൻ്റെ പൊന്നെ, മണിക്കൂറുകളാണ് ഇവിടെ ഒരുങ്ങി വിളി ഇറക്കാനുള്ള താമസം. ഞാൻ എപ്പോഴാ ശങ്കര ഒരുങ്ങി പോയിട്ടുള്ളത്? എന്റെ പൊന്നോ, ഇനി ഇതും പറഞ്ഞ് രണ്ടുപേരും തുടങ്ങാൻ നിൽക്കണ്ട. ഞാൻ പണ്ടെപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുള്ളതാ. അതായത് എൻ്റെ ബാലുവിനെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത്, അന്നേരം ഇവരുടെ ഫാമിലിയും നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ടല്ലോ, ആദ്യമായിട്ട് കാണുകയാണ് ശങ്കരണ്ണനും അമ്മയും. അന്ന് അവിടെ വെച്ച് ഇവർ അടികൂടി. എന്തിനാന്ന് എനിക്കറിയത്തില്ല. എന്തിനായിരുന്നു? അങ്ങോട്ടേ വരൂ. എന്തിനായിരുന്നു അണ്ണാ? അതിന് പ്രത്യേകിച്ച് കാരണമല്ലോ വേണോ? കുട്ടനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സാധന ഇതാണ്ട് ഈ ഭവാനി. എൻ്റെ പൊന്നെ, എന്തൊരു ദാടയും ഇതൊക്കെ ആയിരുന്നു അറിയാമോ? എനിക്ക് അപ്പോഴേ തോന്നി ഇത് നേരാമണ്ണം പോണ രക്ഷണമില്ല. സത്യം പറയടാ, നീ അന്ന് കുടിച്ചിട്ടല്ലോടാ പടവലത്ത് വന്നേ? തന്നെ ഞാൻ 2 അടിച്ചോളൂ. കൂടുതൽ അടിച്ചിരുന്നെങ്കിൽ ഭവാനി നീ ഏറലി. എന്തോ അടിച്ചിരിക്കുന്നേ? അല്ല, ഇതൊക്കെ കേൾക്കുമ്പോ എങ്ങനെ ചിരിക്കാതിരിക്കും? ആണോ? എനിക്ക് ചിരി വരുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് ചിരി വന്നു. എനിക്കേ അടുക്കള കുറച്ച് പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാം. അതാ നല്ലത്. ഞാനും പോണു. ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ അങ്ങോട്ട് പോവാ. എന്നാ പിന്നെ ഞാനും പോണു. സുന്ദരി, പണ്ട് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ ചേച്ചി എനിക്ക് മുടിയൊക്കെ കോതി തന്നു, പൗഡറൊക്കെ ഇട്ട്. പെട്ടെന്ന് ഓർത്തു, ചേച്ചി എനിക്ക് അതുപോലെ പൗഡറൊക്കെ ഇട്ട് തരും. എന്താ കുഴപ്പം? ഇപ്പിട്ട് തരാമല്ലോ. കേട്ടാ, നല്ല സുന്ദരനാക്കി തരാം. കേട്ടാ, എന്തൊരു ഭംഗിയല്ലേ. അമ്മ ഒരുക്കി തന്നത് ഒട്ടുമാമന് ഇഷ്ടപ്പെട്ടാ? എന്റെ അമ്മ എന്നെ ഒരുക്കി തന്നത് ഇഷ്ടപ്പെട്ടാ? ഇതുപോലെയാണ് പണ്ടും ചെയ്തോണ്ടിരുന്നത്. ഇനി ഒരു പൊട്ടും കൂടെ തൊട്ടേ.
കണ്ണാടി പോയി ഒന്ന് നോക്കണേ. ഞാൻ നോക്കാം. Rega, rega, maga, 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 rega, rega, rega.